ദിവസം ചാപ്റ്റർ 11 പഠിച്ചപ്പോൾ അതിനകത്തുള്ള എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുമില്ല, കാരണം ചാപ്റ്റർ 8 നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് അത് 11 പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷനും ചെറുതായിട്ട് 1-2 പ്രോപ്പർട്ടീസും ഒന്ന് പറയാം. ചാപ്റ്റർ വേണ്ടാത്തത് കൊണ്ട് അത്രയും മതിയാവും. Definition: external direct product. Let G1, G2, etc. Gn be a finite collection of groups. The external direct product of G1, G2, etc. Gn, written as G1 direct sum G2 direct sum etc. direct sum Gn, is the set of all n tuples for which the ith component is an element of Gi and the operation is component wise. അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൻ്റെ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് ആണ്. ഫോർ വിത്ത് അതായത് G1 ഡയറക്റ്റ് സം G2 ഡയറക്റ്റ് സം എക്സെട്ര ഡയറക്റ്റ് സം Gn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ G1 G2 എക്സെട്ര Gn സച്ച് ആയിട്ട് Gi ബിലോങ്സ് ടു ക്യാപിറ്റൽ Gi. ഓരോന്നും ഇപ്പോൾ G1 എടുക്കുന്നത് ക്യാപിറ്റൽ G1 നിന്ന്, G2 എടുക്കുന്നത് ക്യാപിറ്റൽ G2 നിന്ന്, അങ്ങനെ. അപ്പോൾ അതിനകത്ത് ഈ ഓരോ കമ്പോണൻസ് നമുക്ക് മാറ്റി മാറ്റി എടുക്കുമ്പോൾ നമുക്ക് കുറേ എലമെൻറ്റ്സ് ഇങ്ങനെ കിട്ടും, ഫുൾ എലമെൻറ്റ്സ് കിട്ടും. അതായത് G1-ൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ G1-നകത്തിലെ ഏത് എലമെൻറ്റ് എടുക്കുമ്പോഴും നമുക്ക് ഓരോരോ എലമെൻറ്റ്സ് ഇങ്ങനെ കിട്ടും. അങ്ങനെ മാറി ഓരോ കമ്പോണൻറ്റും ആ കറസ്പോണ്ടിങ് ഗ്രൂപ്പിലെ പല പല എലമെൻറ്റ്സ് എടുത്തിട്ട് അങ്ങനെയുള്ള എല്ലാം എഴുതുമ്പോഴാണ് നമുക്ക് ഈ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്നത്. വേർ G1, G2 എക്സെട്ര Gn, G1 ഡാഷ് G2 ഡാഷ് എക്സെട്ര Gn ഡാഷ് ഈസ് ഡിഫൈൻഡ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് 2 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻ്റ് വൈസ് ആയിട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പം ഇപ്പോൾ G1 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കും? G1-ഉം G1 ഡാഷും ക്യാപിറ്റൽ G1-ലെയാണ്. അവിടുത്തെ ഓപ്പറേഷൻ ഏതാണോ അതായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് G1 ഇൻറ്റു ഓർഡർ ഓഫ് G2 ഇൻറ്റു എക്സെട്ര ഓർഡർ ഓഫ് Gn ആണ്. ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ്, അതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ഈസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ദി ഓർഡേഴ്സ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് ദി എലമെൻറ്റ്. ഇൻ സിമ്പിൾസ്, order of G1, G2, etc. Gn equal to LCM of order of G1, order of G2, etc. order of Gn. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റിൽ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പോണൻറ്റിലെയും എലമെൻറ്റിൻ്റെ ഓർഡറുകൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ LCM കാണുക, അതാണ് ഓർഡർ. ഓക്കെ. അടുത്ത G direct sum ഇപ്പോൾ സൈക്ലിക് ആകുമ്പോൾ G and H be finite cyclic groups, then G direct sum H is cyclic if and only if order of G and order of H are relatively prime. അപ്പം ഓർഡർ ഓഫ് ജിയും ഓർഡർ ഓഫ് എച്ചും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ G direct sum H സൈക്ലിക് ആയിരിക്കും. Criterion for Zn1, n2, etc. nk isomorphic to Zn1 direct sum, Zn2 direct sum, etc. direct sum Znk. Let M is equal to N1, N2, etc. Nk. Then Zm is isomorphic to Zn1 direct sum, Zn2 direct sum, etc. direct sum Znk. If and only if Ni and Nj are relatively prime when I not equal to j. Ni Njയും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ Z ഇങ്ങനെ നമുക്ക് ഐസോമോർഫിക് ആയിട്ട് കിട്ടും. അപ്പം താഴെ എക്സാമ്പിൾസ് കണ്ടോ? Z2 ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നു. Z2 ഡയറക്റ്റ് സം Z30 നോട്ട് ഐസോമോർഫിക് ടു Z60. കാരണം 2ഉം 30ഉം 2ഉം 30ഉം എന്തല്ല, റിലേറ്റീവ്ലി പ്രൈം അല്ല. അതുകൊണ്ട് U of n as an external direct product. Suppose S and T are relatively prime, then U of ST is isomorphic to the external direct product of U of S and U of T. In short, U of ST. ഇപ്പോൾ U of ST, U of n എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. U of ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U of S ഡയറക്റ്റ് സം U of T ആണ്. പക്ഷേ എസും ടി എന്തായിരിക്കണം? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം.
Moreover, US of ST is isomorphic to U of T and UT of ST is isomorphic to U of S. ഓക്കെ, അത്രയുമാണ് ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ്.